റാഡിസിന്റെ മുമ്പിൽ വന്നിന്ന് അരിശത്തോടുകൂടി പല്ല് കടിക്കുന്ന ഗോക്കുവിനെയും പിക്കലോയെയും നോക്കി, ഒരു സയാൻ വംശിയുടെ യുദ്ധവീര്യം എന്താണെന്ന് നീ അറിയാൻ പോവുകയാണ് കാക്കറോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന റാഡിസിനെ കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 4ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. നീ പേടിക്കേണ്ട കാക്കറോട്ട്, നിന്റെ പേടിയെ ഞാൻ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് ഗോക്കുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും, നിങ്ങളുടെ മരണമണി അടിക്കേണ്ട സമയം വളരെയേറെ വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് ഗോക്കുവിന്റെയും പിക്കലോയുടെയും നേർക്ക് വേഗത്തിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും എന്റെ മകൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഗോക്കു അലറുകയും, നിന്റെ പുറകിലുള്ള വലിയ കൊടിയിൽ എന്റെ ക്യാപ്സൂളിനുള്ളിൽ അവനുണ്ട് എന്ന് റാഡിസ് പറയുകയും ഗോക്കു ഉയർന്നു പറക്കുകയും ക്യാപ്സൂളിനുള്ളിൽ കിടക്കുന്ന ഗുഹനെ കാണുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയും ഗോക്കുവും പിക്കലോയും റാഡിസിന് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം വിദഗ്ധമായ രീതിയിൽ വഴുതി മാറുന്ന റാഡിസ് ഗോക്കുവിന്റെയും പിക്കലോയുടെയും ആക്രമണങ്ങളൊന്നും വിലമതിക്കുക പോലും ചെയ്യാതെ അവരെല്ലാം തട്ടി ദൂരോട്ട് അകറ്റുന്നു. വളരെ വേഗത്തിൽ മിന്നിമാറി വഴുതി മാറുന്ന ഒരു വിദ്യയാണ് റാഡിസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗോക്കുവിന്റെയും പിക്കലോയുടെയും ആക്രമണ രീതികളെല്ലാം മുൻകൂട്ടി കാണുന്ന റാഡിസ് നല്ല രീതിയിൽ തന്നെ അവരെ തിരിച്ചാക്രമിക്കുകയും അതിൽ നിന്ന് ഗോക്കുവും പിക്കലോയും വളരെയേറെ അവശരാകുകയും ചെയ്യുന്നു. പെട്ടെന്ന് റാഡിസ് അവരെ കുറച്ചു ദൂരേക്ക് അടിച്ചു പറത്തുകയും പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന റാഡിസ് അവന്റെ 2 കൈകളും ഉപയോഗിച്ച് ഡബിൾ സൺഡേ എന്നൊരു എനർജി അറ്റാക്ക് പ്രയോഗിച്ച് ഗോക്കുവിനെയും പിക്കലോയെയും ഒരേ സമയം ആക്രമിക്കുകയും ചെയ്യുന്നു. അതിന്റെ ആഘാതത്തിൽ തെറിച്ചു വീഴുന്ന ഗോക്കുവിനെ മിന്നിമാറുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് അവന്റെ മുന്നിൽ ചെല്ലുകയും വീണ്ടും ഗോക്കുവിനെ അടിച്ച് നിലം പതിപ്പിക്കുകയും ചെയ്യുന്നു. അനങ്ങാൻ വയ്യാതെ നിലത്ത് കിടക്കുന്ന ഗോക്കു പിക്കലോയെ നോക്കുമ്പോൾ റാഡിസിന്റെ എനർജി അറ്റാക്കിൽ പിക്കലോയുടെ ഇടത് കൈ അറ്റുപോകുകയും അറ്റുപോയി ഇടത് കൈയിൽ നിന്നും നീലരക്തം വാർന്നു വീഴുന്നതുമാണ് കാണുന്നത്. അവനെ കൊല്ലാൻ എനിക്ക് ഈ ഒറ്റ കൈ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ വീണ്ടും അരിശത്തോടു കൂടി ചാടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം മരണം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നു. റാഡിസിന്റെ പവർ ലെവൽ എന്നത് ഗോക്കുവിന്റെയും പിക്കലോയുടെയും പവർ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഗോക്കുവിന്റെയും പിക്കലോയുടെയും പവർ ലെവലിന്റെ 3 ഇരട്ടിയിലും അധികമാണ്. അതുകൊണ്ട് തന്നെ ഗോക്കുവിനും പിക്കലോയ്ക്കും ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം വേഗത്തിൽ പ്രവർത്തിക്കാനും മിന്നിമാറാനും വളരെ വലിയ ശക്തിയേറിയ എനർജി അറ്റാക്കുകൾ ഉണ്ടാക്കാനും റാഡിസിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോ ക്ലാസ് വാരിയർ മാത്രമായ ഗോക്കുവിനെയും അതിനേക്കാൾ ശക്തി കുറഞ്ഞ പിക്കലോയെയും ഒരു പുഴുവിനെ പോലെ മാത്രമാണ് റാഡിസ് കാണുന്നത്. നിസ്സഹായമായി കിടക്കുന്ന ഗോക്കുവിനെ നോക്കിക്കൊണ്ട് നീ കുറച്ചു നേരം അവനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ജീവശക്തിയുടെ കീ പവർ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ കൊല്ലാനായി മാത്രം ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പുതിയ എനർജി പവർ ഉപയോഗിച്ചുകൊണ്ട് അവനെ ഞാൻ കൊല്ലാം എന്ന് പിക്കലോ ഗോക്കുവിനോട് പറയുന്നു. പിക്കലോ അവസാനമായി ഗോക്കുവിനോട് ഫൈറ്റ് ചെയ്തിരുന്നപ്പോൾ നിസ്സഹായമായി തോൽക്കുകയും നിരവധി പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. അതിന്റെ നിരാശയിൽ പിക്കലോയേക്കാൾ ശക്തനായ ഗോക്കുവിനെ കൊല്ലാൻ വേണ്ടി സ്പെഷ്യൽ ബീം കാനോൺ എന്ന എനർജി അറ്റാക്ക് വികസിപ്പിച്ചെടുക്കുകയും എന്റെ ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗോക്കുവിനെയും റാഡിസിനെയും ഇപ്പോൾ തന്നെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും എന്ന് പിക്കലോ പറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം പതറുന്ന ഗോക്കുവിനെ നോക്കി, ഇപ്പോൾ നീ പേടിക്കണ്ട, അവനെ കൊന്നതിന് ശേഷം മാത്രമേ നിന്നെ ഞാൻ കൊല്ലാൻ വരികയുള്ളൂ എന്ന് പിക്കലോ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് തലകുലുക്കിക്കൊണ്ട് ഗോക്കു റാഡിസിനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോവുകയും പിക്കലോ അവന്റെ ശേഷിക്കുന്ന ഒറ്റ കൈയിലെ 2 വിരലുകൾ നെറ്റിയിൽ വെച്ചുകൊണ്ട് പിക്കലോയുടെ ഏറ്റവും വലിയ എനർജി അറ്റാക്കായ സ്പെഷ്യൽ ബീം കാനോൺ എന്ന എനർജി അറ്റാക്ക് ചാർജ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. സ്പെഷ്യൽ ബീം കാനോൺ പിക്കലോയുടെ ഏറ്റവും വലിയ എനർജി അറ്റാക്ക് ആയതിനാൽ തന്നെയും അത് എത്ര നേരം ചാർജ് ചെയ്യുന്നോ അത്രയേറെ ശക്തി അതിലേക്ക് കൈവരികയും ഏതു മാരകമായ വില്ലനെ കൊല്ലുവാനും അതിലൂടെ സാധിക്കുകയും ചെയ്യും. റാഡിസിന്റെ പവർ ലെവൽ പിക്കലോയുടെ പവർ ലെവലിനേക്കാൾ വളരെയേറെ ഉയർന്നതായതിനാൽ തന്നെയും കൂടുതൽ നേരം ചാർജ് ചെയ്താൽ മാത്രമേ അത് വെച്ച് റാഡിസിനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്പനേരം റാഡിസിനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ഗോക്കുവിനോട് പിക്കലോ ആവശ്യപ്പെടുന്നത്. മണ്ടന്മാരെ, വെറുതെ അവിടെ നിന്ന് പിറുപിറുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് അവരെ ആക്രമിക്കാൻ വേഗം ഓടി വരികയും പിക്കലോയുടെ മുന്നിലേക്ക് വരാൻ നോക്കുന്ന റാഡിസിനെ ഗോക്കു അവന്റെ മുന്നിൽ ചെന്ന് തടയുകയും അവനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ തവണ റാഡിസിന്റെ നീക്കങ്ങൾ ഗോക്കു നല്ല രീതിയിൽ മനസ്സിലാക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ റാഡിസിനോട് ഗോക്കു എതിർത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഗോക്കുവിന്റെ ആക്രമണ ശൈലിയിലുണ്ടായ മുന്നേറ്റം റാഡിസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും കുറച്ചുനേരം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഗോക്കു ക്ഷീണിക്കുകയും റാഡിസ് അവനെ അടിച്ച് പുറകോട്ട് പറത്തുകയും ചെയ്യുന്നു. അതേസമയം കൊണ്ട് തന്നെ പിക്കലോ അവന്റെ എനർജി മുഴുവൻ ആവാഹിച്ചെടുത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. റാഡിസിന്റെ അടിയേറ്റ് ദൂരേക്ക് തെറിച്ചുപോയ ഗോക്കു പിക്കലോയ്ക്ക് അല്പം കൂടി സമയം നൽകുന്നതിന് വേണ്ടി മുകളിലേക്ക് അല്പം ഉയർന്നു പറന്നുകൊണ്ട് മാസ്റ്റർ റോഷിയുടെ പക്കൽ നിന്നും അവൻ പഠിച്ചെടുത്ത ഭൂമിയിലെ ഏറ്റവും വലിയ എനർജി അറ്റാക്കായ കാമേഹാമേഹ എന്ന എനർജി അറ്റാക്ക് ആവാഹിച്ച് എടുത്തുകൊണ്ടിരിക്കുകയും അതേസമയം ഗോക്കുവിന്റെ പവർ ലെവൽ വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരുന്നതായി റാഡിസ് കാണുകയും അവന് അത്ഭുതം തോന്നുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പിക്കലോയുടെ പവർ ലെവൽ കൂടി നോക്കുന്ന റാഡിസ് ഞെട്ടിവിറക്കുകയും ചെയ്യുന്നു. അതുവരെ 408 മാത്രം പവർ ലെവൽ ഉണ്ടായിരുന്ന പിക്കലോ ഇപ്പോൾ 1080 എന്ന പവർ ലെവലിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു.
ഗോക്കുവിന്റെയും പിക്കലോയുടെയും പവർ ലെവൽ പെട്ടെന്ന് വർദ്ധിക്കുന്നത് കണ്ട റാഡിസിന് അതിശയവും അത്ഭുതവും തോന്നുകയും കുറച്ചധികം പേടിക്കുകയും ചെയ്യുന്നു. ഗോക്കു കമേഹാമേഹ ആവാഹനം ചെയ്തുകൊണ്ടിരിക്കുന്തോറും ഗോക്കുവിന്റെ പവർ ലെവൽ ഉയരുന്നതായി കാണുന്ന റാഡിസ് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ പവർ ലെവൽ എന്നത് അവന്റെ എനർജി മീറ്റർ ഉപയോഗിച്ച് ഗണിക്കുവാൻ സാധിക്കുന്നതല്ല. അവരവരുടെ എനർജി ആഗിരണം ചെയ്യുന്നതനുസരിച്ച് അവരുടെ പവർ ലെവൽ വളരെയധികം ഉയരുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഗോക്കു ശക്തി ആർജിച്ചയച്ച കമേഹാമേഹ റാഡിസിന്റെ ദേഹത്തോട്ട് വന്ന് പതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗോക്കുവിന്റെ പവർ ലെവലിനേക്കാൾ വളരെയധികം പവർ ലെവൽ ഉണ്ടായിരുന്ന റാഡിസിന് അത് നിസ്സാരമായി തടയുവാൻ സാധിക്കുകയും ഗോക്കുവിനെതിരെ സാറ്റർഡേ ക്രഷ് എന്നൊരു എനർജി അറ്റാക്ക് പ്രയോഗിക്കുകയും അത് ഗോക്കുവിന്റെ ദേഹത്ത് വന്ന് ഇടിക്കുകയും നിരവധി പരിക്കുകളോടെ ഗോക്കു തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഗോക്കു ചെന്നു വീണ ഇടത്തേക്ക് റാഡിസ് പെട്ടെന്ന് ചെല്ലുകയും നിന്റെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഗോക്കുവിനെ ആഞ്ഞിടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വളരെ വലിയ ഒരു എനർജിയുടെ ഫീൽ ഉണ്ടാവുന്ന റാഡിസ് തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കോ രീതിയിൽ ചിരിച്ചുകൊണ്ട് സ്പെഷ്യൽ ബീം കാനോൻ അറ്റാക്ക് പ്രയോഗിക്കാൻ പാകത്തിനുള്ള രീതിയിൽ എനർജി മുഴുവൻ ആഗിരണം ചെയ്തു നിൽക്കുന്ന പിക്കലോയെ കാണുകയും അവന്റെ പവർ ലെവൽ നോക്കുകയും അത് 1300 വരെ എത്തിയെന്ന് മനസ്സിലാക്കുമ്പോൾ അത് കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ മാക്കാൻ കൊസാപ്പോ എന്ന് ഉറക്കെ അലറിക്കൊണ്ട് പിക്കലോ അവന്റെ സ്പെഷ്യൽ ബീം കാനോൻ അറ്റാക്ക് റാഡിസിന് നേർക്ക് അയക്കുകയും വളരെ വലിയ തരംഗങ്ങളുള്ള പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അറ്റാക്ക് കറങ്ങിച്ചുറ്റി റാഡിസിന് നേർക്ക് ചെല്ലുകയും റാഡിസ് അവന്റെ വേഗത ഉപയോഗിച്ച് തെന്നി മാറുകയും ജസ്റ്റ് മിസ്സിന് ഒരു നൂലിഴയ്ക്ക് എന്ന രീതിയിൽ റാഡിസിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ആ ശക്തമായ അറ്റാക്ക് ദൂരേക്ക് ഒരു മലയിൽ പോയി പതിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. പിക്കലോയുടെ വളരെ ശക്തിയാർന്ന ആ അറ്റാക്ക് കാണുന്ന റാഡിസ് കുറച്ചധികം ഭയക്കുകയും ഇനി അവർക്ക് സമയം കൊടുത്താൽ തനിക്ക് അപകടം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുകയും വെക്കേഷൻ ഡിലീറ്റ് എന്ന വളരെ വലിയ ഒരു എനർജി അറ്റാക്ക് ഉപയോഗിച്ച് പിക്കലോയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഗോക്കു ചാടി എഴുന്നേൽക്കുകയും പുറകിൽ നിന്ന് റാഡിസിന്റെ വാലിൽ പിടിച്ചു വലിക്കുകയും റാഡിസ് പെട്ടെന്ന് പതറുകയും അവന്റെ ശക്തികൾ ചോർന്നു പോകുകയും വേദന കൊണ്ട് അവൻ നിലത്ത് കിടന്ന് പിടയുകയും ചെയ്യുന്നു. ആ സമയം കണക്കാക്കി പിക്കലോ വീണ്ടും സ്പെഷ്യൽ ബീം കാനോൻ അറ്റാക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങുകയും ഈ ഒരു തവണ കൂടി മാത്രമേ അവനത് ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന റാഡിസ് രക്ഷപ്പെടുവാൻ വേണ്ടി ഞാൻ നിന്റെ ബ്രദറാണ്, സ്വന്തം ബ്രദറിനെ നിനക്ക് എങ്ങനെ കൊല്ലാനാകും, ഞാൻ ചെയ്ത തെറ്റുകളല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി നിങ്ങൾക്കാർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ പൊക്കോളാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗോക്കുവിനോട് മാപ്പ് ചോദിക്കുകയും അവനെ വിടരുതെന്ന് പിക്കലോ അലറി പറയുന്നുണ്ടെങ്കിലും ഹൃദയാലിവ് തോന്നുന്ന ഗോക്കു അവന്റെ വാലിൽ നിന്ന് കൈയെടുക്കുകയും നീ ഒരു വലിയ മണ്ടനാണ്, ഇത്ര ലോലനായി നീ കാണിച്ച മണ്ടത്തരം നിന്റെ ജീവൻ കാർന്നെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് സാറ്റർഡേ ക്രഷ് എന്ന എനർജി അറ്റാക്ക് അടിച്ച് ഗോക്കുവിനെ കൊല്ലാൻ തുടങ്ങുകയും പിക്കലോ അത് കണ്ട് അമ്പരക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അടച്ചു വച്ചിരുന്ന തളിക ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഗുഹാൻ ഡാഡ് എന്ന് വിളിച്ച് അലറിക്കൊണ്ട് ഫ്ലൈയിങ് ഹെഡ് അറ്റാക്ക് എന്ന വളരെ വലിയ ഒരു എനർജി അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറന്നു വന്ന് റാഡിസിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്യുന്നു. ചെറിയൊരു കുട്ടി ആയിരുന്നെങ്കിലും ഗുഹാന്റെ വളരെ ശക്തിയാർന്ന ആക്രമണം കാരണം റാഡിസ് വളരെ ദൂരേക്ക് തെറിച്ചു പോകുകയും അവന് വളരെ ആഴത്തിൽ പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഗുഹാന്റെ പവർ ലെവൽ നോക്കുന്ന റാഡിസ് ചെറിയൊരു കുട്ടി മാത്രമായ അവന്റെ പവർ ലെവൽ 1400 മനസ്സിലാക്കുമ്പോൾ റാഡിസ് ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. പിക്കലോയേക്കാൾ പവർ ലെവൽ ഗുഹാനിൽ കാണുന്ന റാഡിസ് ഈ കുട്ടി പ്രായത്തിൽ ഇവൻ ഇത്രയധികം പവർ ലെവൽ ഉണ്ടെങ്കിൽ ഇവൻ ഭാവിയിൽ എനിക്ക് വളരെ വലിയ ഒരു അപകടമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാനെ കൊല്ലാൻ വേണ്ടി അവന് നേർക്ക് നടന്നു ചെല്ലുന്നു. അടുത്ത നിമിഷം ഗുഹാന്റെ പവർ ലെവൽ നോക്കുന്ന റാഡിസ് വെറും ഒന്ന് മാത്രമാണെന്ന് മനസ്സിലാക്കുകയും ഭൂമിയിലുള്ളവർ വളരെ അപകടകാരികളാണെന്നും അവരുടെ എമോഷനുകൾക്കനുസരിച്ച് അവരുടെ പവർ ലെവൽ ഉയർന്നു വരുമെന്നും റാഡിസ് മനസ്സിലാക്കുന്നു. വെറും കുട്ടി മാത്രമായ ഗുഹാനെ കൊല്ലരുതെന്നും പറഞ്ഞ് ഗോക്കു അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ രണ്ടുപേരെക്കാൾ പവർ ലെവൽ ഉയർന്ന ഭൂമിയിലെ ഏറ്റവും പവർ ലെവലുള്ള ഇവനെ കൊല്ലാതിരിക്കാൻ മാത്രം നിങ്ങളെ പോലെ ഞാൻ മണ്ടനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാന്റെ നേർക്ക് നടന്നു ചെല്ലുകയും ഗുഹാനെ ചവിട്ടി തെറിപ്പിക്കുകയും ചെന്ന് വീഴുന്നിടത്ത് തലയിടിച്ച് ഗുഹാൻ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. എന്നിട്ട് ഗുഹാനെ കൊല്ലാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഗുഹാനെ കൊല്ലാനായി നടന്നു ചെല്ലുന്ന റാഡിസിനെ വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഗോക്കു എഴുന്നേറ്റ് നിൽക്കുകയും പുറകിൽ നിന്ന് പിടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് അത്രയും നേരം സ്പെഷ്യൽ ബീം കാനോൻ അറ്റാക്ക് ആഗിരണം ചെയ്തുകൊണ്ടിരുന്ന പിക്കലോയോട് എത്രയും വേഗം ആ അറ്റാക്ക് ഉപയോഗിച്ച് ഇവനെ കൊന്നേക്കാൻ പറയുകയും ചെയ്യുന്നു. നീ എന്തൊരു മണ്ടനാണ്, അവനിപ്പോൾ എനിക്ക് നേരെ അറ്റാക്ക് അയക്കുകയാണെങ്കിൽ നീയും എനിക്കൊപ്പം ചത്തുപോകും എന്ന് പറയുകയും ഇതുവരെ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞ റാഡിസ് വീണ്ടും ഒരു നാടകം കളിക്കുകയും അതിലൊന്നും തളരാതെ ഗോക്കു ഞാൻ ചത്താല് സാരമില്ല, ഗുഹാനെ എനിക്ക് രക്ഷിക്കണം, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോയോട് വേഗം അറ്റാക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. നീ വിഷമിക്കേണ്ട ഗോക്കു, എനിക്ക് നിന്റെ അത്ര വലിയ മനസാക്ഷിയൊന്നുമില്ല, എന്റെ രണ്ട് ശത്രുക്കളും ഇപ്പോൾ എന്റെ കണ്ണു മുന്നിൽ എന്റെ കൈകൊണ്ട് ഒരുമിച്ച് ചാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈക്കോ രീതിയിലുള്ള ചിരിയും ചിരിച്ച് പിക്കലോ സ്പെഷ്യൽ ബീം കാനോൻ അറ്റാക്ക് റാഡിസിന് നേരെ അയക്കുകയും വളരെ ശക്തിയാർന്ന പിക്കലോയുടെ ആ അറ്റാക്ക്
റാഡിസിന്റെ ചങ്കിൽ തുളച്ചു കയറി ഒട്ടും ശക്തി കുറയാതെ തന്നെ ഗോകുവിന്റെ ചങ്ക് തുളച്ചത് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. റാഡിസും ഒപ്പം ഗോകുവും മരണത്തോട് മല്ലടിച്ചതോടെ നിലത്ത് വീണ് കിടക്കുകയും പിക്കലോ സൈക്കോ രീതിയിലുള്ള ഒരു ചിരിയും ചിരിച്ച് റാഡിസിന്റെ അടുത്ത് പോയി നിൽക്കുകയും ചെയ്യുന്നു. ഇത്രയും കഴിവുകെട്ട ദുർബലന്മാരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് റാഡിസ് പരിതപിക്കുകയും എന്നെ കൊല്ലാൻ വേണ്ടി ആ മണ്ടൻ കാക്രോട്ടിന് അവന്റെ ജീവനും ത്യാഗം ചെയ്യേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതോർത്ത് നീ സന്തോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ഈ വിശിഷ്ടമായ ഭൂമിയിൽ അമൂല്യമായ ഒരു വസ്തുവുണ്ട്. ഡ്രാഗൺ ബോൾസ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. അതുപയോഗിച്ച് ഞങ്ങൾക്ക് ഏതൊരു ആഗ്രഹവും നടപ്പിലാക്കാൻ സാധിക്കും. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാനോ എത്ര വലിയ ആഗ്രഹങ്ങളാണല്ലോ അതിലൂടെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും. നിമിഷ നേരംകുള്ളിൽ തന്നെ ഗോകുവിനെ ഞങ്ങൾക്ക് വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ റാഡിസിന്റെ സന്തോഷങ്ങളെല്ലാം ഊതിക്കെടുത്തിക്കൊണ്ട് പുച്ഛത്തോടെ റാഡിസിനെ നോക്കി ചിരിക്കുന്നു. ഈ ഒരു വിശേഷം പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഈ സന്ദേശങ്ങളെല്ലാം ഞാൻ ഔട്ടർ സ്പേസിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ മരിച്ച ഉടനെ തന്നെ ഇതെല്ലാം എന്റെ 2 സയാൻ സുഹൃത്തുക്കൾക്ക് ലഭിക്കും. അവർ തീർച്ചയായും ഈ ഭൂമിയിലേക്ക് വരികയും ഇവിടെയുള്ള അത്രയും പേരെയും കൊന്നു തള്ളുകയും ചെയ്യും എന്ന് റാഡിസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. ഒരുപക്ഷെ എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ രണ്ടുപേരും എന്നെക്കാളും വളരെ ശക്തന്മാരാണ്. എന്തൊക്കെയായാലും നിങ്ങളെ എല്ലാവരെയും അവർ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുന്ന ഗോകു വേദനകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവരിവിടെ എത്താൻ എത്ര നാളുകൾ എടുക്കും എന്ന് റാഡിസിനോട് തിരക്കുകയും ചെയ്യുന്നു. ഏകദേശം 1 വർഷം കൊണ്ട് അവർ രണ്ടുപേരും ഇവിടെ എത്തും എന്ന് ഗോകുവിനോട് റാഡിസ് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. 1 വർഷത്തിനകം നിന്നേക്കാൾ ശക്തന്മാരായ 2 പേർ ഇവിടെ വരുമോ എന്ന് ചോദിച്ച് പിക്കലോ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഘോഷകാലം വളരെ ചെറുതാണെന്നും പറഞ്ഞ് റാഡിസ് മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ബുൽമയും ക്രില്യനും മാസ്റ്റർ റോഷിയും ഒരു ചെറു വിമാനത്തിൽ അവിടെ വന്ന് ഇറങ്ങുകയും അവർ മരിക്കാറായി കിടക്കുന്ന ഗോകുവിൽ നിന്നും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഗുഹാനെ നോക്കുകയും ഗുഹാന് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഗോകുവിനോട് പറയുകയും ചെയ്യുന്നു. ഭാഗ്യമുണ്ട്, ഇല്ല ചേച്ചിയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട വന്നാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു മരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഭൂമിയിൽ നിന്നും വളരെയേറെ ദൂരെ മറ്റൊരു പ്ലാനറ്റിൽ ഒരുപാട് അന്യഗ്രഹ ജീവികളെ ചുറ്റും കൊന്നിട്ടതിന് നടുക്ക് തീയും കത്തിച്ച് അവരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 2 സയാന്മാർക്ക് റാഡിസ് അയച്ച സന്ദേശങ്ങളെല്ലാം കിട്ടുകയും അവർ ഡ്രാഗൺ ബോളിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നു. എത്രയും വേഗം ഭൂമിയിൽ പോകണമെന്നും ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് അവർക്ക് അമരത്വം നേടണമെന്നും ഭൂമിയിലുള്ളവരെല്ലാം നശിപ്പിക്കണമെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവരവിടുന്ന് യാത്ര തിരിക്കുകയും അതേസമയം തന്നെ നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും എന്നും പറഞ്ഞ് ഗോകുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്രില്യൻ നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലേക്ക് എത്തി ഭൂമി നശിപ്പിച്ചുകൊണ്ട് ഡ്രാഗൺ ബോളുകൾ നേടി അമരത്വം നേടാൻ വേണ്ടി വരുന്ന 2 സയാന്മാരും ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് ഗോകുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന ക്രില്യനെയും കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ അവസാനിക്കുന്നത്. ക്രില്യനും കൂട്ടുകാർക്കും ഗോകുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഭൂമിയിലെത്തുന്ന സയാന്മാരെ എങ്ങനെയാണ് ഇവർക്ക് തടയാൻ സാധിക്കുക? തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 ഫോളോവേഴ്സ് നേടാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും കാണുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.